+2 ഫിസിക്സിലെ 6th ചാപ്റ്ററായ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ ഡെഫിനിഷൻ ഒന്ന് നോക്കാം. മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പാസിംഗ് ത്രൂ എ ഗിവൺ സർഫസ്. ഒരു സർഫസിലൂടെ കടന്നു പോകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ എണ്ണത്തിനാണ് നമ്മൾ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത്. നമുക്കറിയാം, ഒരു മാഗ്നറ്റിന് ചുറ്റും അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡുണ്ട്. ആ മാഗ്നറ്റിക് ഫീൽഡിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആണ് ഉപയോഗിക്കുന്നതെന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഒരു സർഫസിലൂടെ കടന്നു പോകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ എണ്ണത്തിനാണ് നമ്മൾ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഇറ്റ് ഈസ് എ മെഷർ ഓഫ് ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് പാസിംഗ് ത്രൂ എ സർഫസ്. ഒരു സർഫസിലൂടെ കടന്നു പോകുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അളവിന് മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയും. രണ്ട് രീതിയിൽ പറയാം. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ എണ്ണം അതുതന്നെയാണ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അളവെന്ന് പറയുന്നത്. രണ്ട് രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാം. ഒന്നുകിൽ ഇറ്റ് ഈസ് എ നമ്പർ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പാസിംഗ് ത്രൂ എ ഗിവൺ സർഫസ്, ഓർ ഇറ്റ് ഈസ് എ മെഷർ ഓഫ് ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് പാസിംഗ് ത്രൂ എ ഗിവൺ സർഫസ്. ഒരു സർഫസിലൂടെ കടന്നു പോകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ എണ്ണം അല്ലെങ്കിൽ ആ സർഫസിലൂടെ കടന്നു പോകുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അളവ്, ഇതാണ് മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഒരു ഏരിയ കൺസിഡർ ചെയ്യുവാണ്. ലെറ്റ് എ be the surface area of the plane placed in a uniform magnetic field B. യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് B എന്ന് പറയുന്ന ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ എ ഏരിയ ഉള്ള ഒരു പ്ലെയിൻ കൺസിഡർ ചെയ്യുവാണ്. എങ്ങനെയെങ്കിൽ അവിടെയുള്ള മാഗ്നറ്റിക് ഫ്ലക്സിനെ നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. നോക്കുക, എ എന്ന് പറയുന്ന ഏരിയ അതൊരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിലാണ് ഇരിക്കുന്നത്. ആ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ സർഫസിലൂടെ കടന്നു പോകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ എണ്ണം ഈ സർഫസിൽ എന്താണ്, മാഗ്നറ്റിക് ഫ്ലക്സ് ആണെന്ന് പറയാം. അങ്ങനെയെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സിനെ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഫൈ ഈസ് ഈക്വൽ ടു ബി എ കോസ് തീറ്റ. ബി എന്ന് പറയുന്നത് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റി. അതുകൊണ്ട് എ എന്ന് പറയുന്നത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സർഫസ് ഏരിയ. അപ്പോൾ നമുക്ക് ഫൈ ഈസ് ഈക്വൽ ടു ബി എ കോസ് തീറ്റ അല്ലെങ്കിൽ ബി ഡോട്ട് എ. ഇതാണ് മാഗ്നറ്റിക് ഫ്ലക്സ് കാണാനുള്ള ഫോർമുല. മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് വെബറാണ്. മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ യൂണിറ്റ് വെബർ. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ചാപ്റ്ററിൻ്റെ പേര് തന്നെ അതാണ്. എന്നാൽ എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് ഇതുവരെ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടില്ല. നമുക്ക് നോക്കാം. ഫാരഡേസ് എക്സ്പെരിമെൻറ്റിൽ നമ്മൾ പഠിച്ചിരുന്നു, whenever the magnetic flux linked with a conductor changes, an EMF is induced in it. ഒരു മാഗ്നറ്റിക് ഫ്ലക്സുമായി ചേഞ്ച് ചെയ്തിരിക്കുക അല്ലെങ്കിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന ഒരു കണ്ടക്ടറിന് ചേഞ്ച് സംഭവിച്ചാൽ EMF പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് നമ്മൾ പഠിച്ചു. അതൊക്കെ ഫാരഡേസ് എക്സ്പെരിമെൻറ്റിലും ഫാരഡേസ് ലോസിലും നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പം ഇങ്ങനെ ഒരു മാഗ്നറ്റിക് ഫ്ലക്സുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന കണ്ടക്ടറിന് ചേഞ്ച് സംഭവിക്കുമ്പോൾ ആ കണ്ടക്ടറിൽ ഒരു EMF പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇങ്ങനെ EMF പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ഫിനോമിനന് പറയുന്ന പേരാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ദിസ് ഫിനോമിനൻ ഈസ് കോൾഡ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. Whenever the magnetic flux linked with a conductor changes, an EMF is induced in it. This phenomenon is called electromagnetic induction. ഇനി നമുക്ക് നോക്കാം, എന്താണ് ഇൻഡ്യൂസ്ഡ് EMF. നമ്മൾ ഇപ്പോൾ പറഞ്ഞതാണ് ഒരു EMF പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകുമെന്ന് പറഞ്ഞു. എന്താണ് ഇൻഡ്യൂസ്ഡ് EMF എന്നാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഇൻഡ്യൂസ്ഡ് EMF നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. ദ ജനറേഷൻ ഓഫ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇൻ എ കോയിൽ. ഒരു കോയിലിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു ഡ്യൂ ടു ദ ചേഞ്ചസ് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് ത്രൂ ഇറ്റ്. അതിലൂടെ കടന്നു പോകുന്ന മാഗ്നറ്റിക് ഫ്ലക്സിന് അല്ലെങ്കിൽ അതുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് സംഭവിക്കുമ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അതിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ ജനറേറ്റ് ചെയ്യുന്നു. ഇതിനാണ് നമ്മൾ ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത്. ഇപ്പോൾ ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് എവിടെയാണ് ഉണ്ടാകുന്നത്, കോയിലിൽ അല്ലെങ്കിൽ ഒരു കണ്ടക്ടറിലാണ് ഉണ്ടാകുന്നത്. എപ്പോഴാണ് മാഗ്നറ്റിക് ഫ്ലക്സ് അതുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന EMF അല്ലെങ്കിൽ ആ പൊട്ടൻഷ്യൽ ഡിഫറൻസിനാണ് നമ്മൾ ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഡ്യൂസ്ഡ് EMF ഈസ് എ potential difference which is produced in a coil or a conductor when the magnetic flux linked with it changes. EMF ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്നാണ് നമ്മൾ പറയുന്നത്. EMF ഇൻഡ്യൂസ് ചെയ്യുന്നത് രണ്ട് വഴിയിലൂടെയാണ്. ഒന്ന്, മൂവ്മെൻറ്റ് ഓഫ് എ കണ്ടക്ടർ ഇൻ എ സ്റ്റാറ്റിക് മാഗ്നറ്റിക് ഫീൽഡ്. കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്റ്റേഷനറി ആയിട്ടുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു കണ്ടക്ടർ മൂവ് ചെയ്യിച്ചാൽ നമുക്ക് എന്തുണ്ടാവും, ഒരു EMF അല്ലെങ്കിൽ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. ഇതൊക്കെ ഫാരഡേസ് ഫസ്റ്റ് എക്സ്പെരിമെൻറ്റിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞതാണ്. എന്താണ്, കണ്ടക്ടർ നമ്മൾ ഫിക്സഡ് ആയിട്ട് വെക്കും അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് വെച്ചിരിക്കുന്നു, അതിൽ കണ്ടക്ടർ മൂവ് ചെയ്യിക്കുന്നു അല്ലേ.
അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഫിക്സഡ് ആയിട്ടിരിക്കുന്നു, കണ്ടക്ടർ മൂവ് ചെയ്യുന്നു, അല്ലെങ്കിൽ കണ്ടക്ടർ മൂവ് ചെയ്യുന്നു, മാഗ്നറ്റിക് ഫീൽഡ് ഫിക്സഡ് ആയിട്ടിരിക്കുന്നു. ഇപ്പോൾ ഈ രണ്ട് രീതിയിൽ എങ്ങനെ വേണമെങ്കിലും വരാം. കണ്ടക്ടർ മൂവ് ചെയ്യിക്കുക, മാഗ്നറ്റിക് ഫീൽഡ് ഫിക്സഡ് ആയിട്ട് വെക്കുക, അല്ലെങ്കിൽ കണ്ടക്ടർ ഫിക്സഡ് ആയിട്ട് വെക്കുക, മാഗ്നറ്റിക് ഫീൽഡ് മൂവ് ചെയ്യിക്കുക. അപ്പം രണ്ട് രീതിയിലുണ്ടാവാം. മൂവ്മെന്റ് ഓഫ് എ കണ്ടക്ടർ ഇൻ എ സ്റ്റാറ്റിക് മാഗ്നറ്റിക് ഫീൽഡ് സ്റ്റാറ്റിക് ആയിരിക്കുന്നു, കണ്ടക്ടർ മൂവ് ചെയ്യുന്നു. രണ്ടാമത് പ്ലേസ്മെന്റ് ഓഫ് എ കണ്ടക്ടർ ഇൻ എ മൂവിംഗ് മാഗ്നറ്റിക് ഫീൽഡ്. കണ്ടക്ടർ ഫിക്സഡ് ആയിട്ട് നമ്മൾ വെക്കുന്നു, മാഗ്നറ്റിക് ഫീൽഡ് മൂവ് ചെയ്യിക്കുന്നു. അപ്പോൾ ഈ രണ്ട് രീതിയിൽ ഒന്നുകിൽ മാഗ്നറ്റിക് ഫീൽഡ് ഫിക്സഡ് ആയിട്ട് വെക്കാം, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് മൂവ് ചെയ്യിക്കാം. കണ്ടക്ടർ ഫിക്സഡ് ആയിട്ട് വെക്കാം, കണ്ടക്ടർ മൂവ് ചെയ്യിക്കാം. അപ്പോൾ ഈ രണ്ട് രീതിയിൽ നമുക്ക് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് അല്ലെങ്കിൽ EMF പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. ഇനി എന്താണ് ഇൻഡ്യൂസ്ഡ് EMFന്റെ ആപ്ലിക്കേഷൻസ്? ഇത് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? അതൊക്കെ എക്സാമിന് പരീക്ഷയ്ക്ക് ചോദിക്കാം. അപ്പം ഇവിടെ നമ്മൾ പറഞ്ഞു ജനറേറ്ററുകളിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇലക്ട്രിക് ജനറേറ്ററുകളിൽ ഇൻഡ്യൂസ്ഡ് EMF നമ്മൾ ജനറേറ്ററിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളിൽ ഇൻഡ്യൂസ്ഡ് EMF ആണ് അതിന് കാരണമായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഗാൽവനോമീറ്ററിൽ, അതുപോലെ തന്നെ ട്രാൻസ്ഫോമർ, ഇവയുടെ എല്ലാം വർക്കിങ്ങുകൾ ഇൻഡ്യൂസ്ഡ് EMFുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ എക്സാമിന് വേണമെങ്കിൽ ചോദിക്കാം അതിൻ്റെ ജനറേറ്ററിൻ്റെയും ഗാൽവനോമീറ്ററിലെയും ട്രാൻസ്ഫോമറിലെയും നമ്മൾ ഉപയോഗിക്കുന്നത് ഇൻഡ്യൂസ്ഡ് EMF ആണെന്നുള്ള കാര്യം മറക്കാതിരിക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. മോഷണൽ EMF, ഇതിൻ്റെ റിലേഷൻ പ്രൂവ് ചെയ്യാനൊക്കെ പറഞ്ഞ് എക്സാമിന് ക്വസ്റ്റ്യൻസ് വരാറുള്ളതാണ്. കൺസിഡർ എ റെക്ടാങ്കുലർ കണ്ടക്ടർ PQRS. ഫിഗറിലേക്ക് നോക്കാം. ഒരു റെക്ടാങ്കുലർ കണ്ടക്ടറാണ് PQRS എന്ന് പറയുന്ന ഒരു റെക്ടാങ്കുലർ കണ്ടക്ടർ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ദ ആം PQ ഈസ് ഫ്രീ ടു മൂവ്. നോക്കുക, ഈ PQ എന്ന് പറയുന്ന ഈ ആം നമുക്ക് ഉള്ളിലേക്കും പുറത്തേക്കും മൂവ് ചെയ്യാൻ, ബാക്കിയെല്ലാം ഫിക്സഡ് ആണ്. ഈ ഫ്രെയിമിൻ്റെ ഈ 3 സൈഡുകൾ ഫിക്സഡ് ആണ്. എന്നാൽ ഈ പറഞ്ഞിരിക്കുന്ന PQ എന്ന് പറയുന്ന ഈ ഫ്രെയിം നമുക്ക് ഉള്ളിലേക്കും പുറത്തേക്കും നമുക്ക് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ സാധിക്കും. ഇനി അതുപോലെ തന്നെ ഈ കണ്ടക്ടർ റെക്ടാങ്കുലർ കണ്ടക്ടർ പ്ലേസ് ചെയ്തിരിക്കുന്ന യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിലാണ്. ആ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയാണ് B എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഓഫ് ദ കണ്ടക്ടർ. ഇവിടെ ഇൻറ്റു മാർക്കിട്ട് കാണിച്ചിരിക്കുന്ന ഈ ബ്ലൂ കളറിൽ ഇൻറ്റു മാർക്കിട്ടിരിക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനാണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഇൻറ്റു ദ പ്ലെയിൻ, പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ പ്ലെയിനിന് ഉള്ളിലേക്കാണ് ഈ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. പുറത്തു നിന്ന് ഇതിനുള്ളിലേക്കാണ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളിലേക്കാണ്, അത് നമ്മൾ ഇൻറ്റു മാർക്കിട്ട് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലെല്ലാം മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ ഉള്ളിലേക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് പറഞ്ഞിരിക്കുന്നത് PQRS എന്ന് പറയുന്ന കണ്ടക്ടർ കൺസിഡർ ചെയ്യുന്നു. അതിൽ PQ എന്ന് പറയുന്ന മൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിലാണ് വെച്ചിരിക്കുന്നത്. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് B ആണ്. അത് ഇൻറ്റു ദ പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ആണെന്ന് പറഞ്ഞിരിക്കുന്നു. Now the arm PQ is moved inwards through a distance x with a velocity v. ഇനി നമ്മൾ ഈ PQ എന്ന് പറയുന്നത് ഇവിടെ ഇരിക്കുന്ന PQ എന്ന് പറയുന്ന ഈ ആമിനെ നമ്മൾ ഉള്ളിലേക്ക് മൂവ് ചെയ്യിക്കുകയാണ്. ഇത് മൂവ് ചെയ്യിക്കുന്ന വെലോസിറ്റിയാണ് v. ഇത് മൂവ് ചെയ്യുന്ന ഡയറക്ഷനാണ് കാണിച്ചിരിക്കുന്നത്, ഉള്ളിലേക്കാണ്. ആ മൂവ് ചെയ്യുന്ന വെലോസിറ്റിയാണ് നമ്മളിവിടെ v എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനിടയ്ക്കുള്ള ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് x ആയിരിക്കും. ഇനി ഇതിൻ്റെ ഈ ലെങ്ത് എന്ന് പറയുന്നത്, ഇവിടെ നിന്നുള്ള ഈ ലെങ്ത് എന്ന് പറയുന്നത് L ആണ്. ഇവിടുത്തെ ബ്രെഡ്ത്ത് ആണ് നമ്മൾ x ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇത് ഒരു റെക്ടാങ്കുലർ ഷേപ്പിലായതുകൊണ്ട് ഇതിൻ്റെ ലെങ്ത് നമുക്ക് L, ഇത് ഫിക്സഡ് ആണ്, ഇതിന് വ്യത്യാസമൊന്നും വരുന്നില്ല. എന്നാൽ ഇതിൻ്റെ ബ്രെഡ്ത്ത് നമ്മൾ ഈ PQ എന്ന് പറയുന്ന ആ മൂവ് ചെയ്യുന്നതനുസരിച്ച് ഇതിൻ്റെ ബ്രെഡ്ത്തിനാണ് വ്യത്യാസം വരുന്നത്. ഇങ്ങനെ ബ്രെഡ്ത്തിന് വ്യത്യാസം വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ നമ്മൾ പറഞ്ഞായിരുന്നു മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ എക്സ്പ്രഷൻ നമ്മൾ തൊട്ട് മുമ്പിൽ പറഞ്ഞതാണ്. ഫൈ ഈസ് ഈക്വൽ ടു BA cos θ എന്ന് നമ്മൾ പറഞ്ഞു. BA cos θ എന്നാണ് കഴിഞ്ഞ തൊട്ട് മുമ്പിലുള്ള ടോപ്പിക്ക് നമ്മൾ പറഞ്ഞതാണ്. മാഗ്നറ്റിക് ഫ്ലക്സിനെ കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഫൈ ഈസ് ഈക്വൽ ടു BA cos θ. ഇവിടെ B എന്ന് പറയുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയാണ്. A എന്ന് പറയുന്നത് ഈ ലൂപ്പിൻ്റെ, അതായത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന അല്ലെങ്കിൽ ഈ റെക്ടാങ്കുലർ നമ്മൾ റെക്ടാങ്കുലർ കണ്ടക്ടറിൻ്റെ ഏരിയ, അതായത് PQRS എന്ന് പറയുന്ന ഈ ഇത്രയും ഭാഗത്തെ ഏരിയയാണ് ക്യാപിറ്റൽ A എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടി ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, ഇവിടെ ലെങ്ത് എന്ന് പറയുന്നത് L ആണ്, ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ്, അത് നമുക്ക് എന്താണ് X എന്ന് വരാം. അപ്പം B എന്താണ് വരുന്നത് LX എന്ന് വരും. അപ്പം B ഇൻറ്റു ഏരിയയ്ക്ക് പകരം നമുക്ക് L ഇൻറ്റു X, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സ് ത്രൂ ദ ലൂപ്പ് ഫൈ ഈസ് ഈക്വൽ ടു B ഇൻറ്റു LX. ഇനി ഇൻഡ്യൂസ്ഡ് EMF കാണാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലെൻസസ് ലോ നമ്മൾ പഠിച്ചതാണ്. ലെൻസസ് ലോയിൽ ഇൻഡ്യൂസ്ഡ് EMF E ഈസ് ഈക്വൽ ടു മൈനസ് d∅/dt നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇൻഡ്യൂസ്ഡ് EMF E ഈസ് ഈക്വൽ ടു മൈനസ് d∅/dt. ഇൻഡ്യൂസ്ഡ് EMF E ഈസ് ഈക്വൽ ടു മൈനസ് d∅/dt. ഇവിടെ നോക്കാം, ഇതിൻ്റെ അത്
ബി എന്ന് പറയുന്നത് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡാണ് നമ്മൾ പറഞ്ഞു, അത് കോൺസ്റ്റന്റ് ആണ്, അതിന് ചേഞ്ച് ഒന്നും സംഭവിക്കുന്നില്ല. പിന്നെ എൽ എന്ന് പറയുന്നത് ലെങ്ത് ആണ്, ഈ ലെങ്തിന് വ്യത്യാസമൊന്നും വരുന്നില്ലെന്ന് നമ്മൾ പറഞ്ഞു, ലെങ്തിന് വ്യത്യാസമൊന്നും വരുന്നില്ല, അതും കോൺസ്റ്റന്റ് ആണ്. പിന്നെ എന്താണ് വേരി ചെയ്യുന്നത്? ഈ കണ്ടക്ടർ പി ക്യൂ എന്ന് പറയുന്ന ഈ മൂവ് ചെയ്യുമ്പോൾ വേരി ചെയ്യുന്ന ലെങ്ത് ഭാഗം എന്ന് പറയുന്നത് എക്സ് എന്ന് പറയുന്ന ഡിസ്റ്റൻസിനാണ് വേരിയേഷൻ സംഭവിക്കുന്നത്. ബാക്കിയെല്ലാം മാഗ്നറ്റിക് ഫീൽഡ് കോൺസ്റ്റന്റ് ആണ്, ലെങ്ത് കോൺസ്റ്റന്റ് ആണ്, എക്സ് എന്ന് പറയുന്ന ഈ ബ്രെഡ്ത്ത് അല്ലെങ്കിൽ ഈ ഡിസ്റ്റൻസ് ആണ് വേരി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ടേമുകളെല്ലാം നമുക്ക് ഔട്ട് സൈഡിലേക്ക് എടുക്കാം. മൈനസ് ബി എൽ കോൺസ്റ്റന്റ് ആണ്, പിന്നെ എന്താണ് വേരി ചെയ്യുന്നത്? എക്സ് ആണ്. അപ്പം ഡി എക്സ് ബൈ ഡി ടി മൈനസ് ബി എൽ ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി നമുക്ക് കിട്ടും. ഇനി ഡി എക്സ് ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ ഇത് നമുക്കറിയാം, എക്സ് എന്ന് പറയുന്ന ഒരു ഡിസ്പ്ലേസ്മെന്റ് ആണെന്ന് പറഞ്ഞു, ഇത് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന ഒരു ഡിസ്പ്ലേസ്മെന്റ് ആണ്. അങ്ങനെയെങ്കിൽ ഡി എക്സ് ബൈ ഡി ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ആണ്, അതിനെ നമുക്ക് വെലോസിറ്റി എന്ന് എടുക്കാം. ഇനി ഇവിടെ ഈ മൈനസ് വി എന്നാണ് എടുത്തിരിക്കുന്നത്. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഈ ഡിസ്റ്റൻസ് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നതനുസരിച്ച്, അതായത് ഡിസ്റ്റൻസ് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നതനുസരിച്ച് എന്ത് സംഭവിക്കുന്നു? വെലോസിറ്റി കൂടും, പക്ഷേ എന്ത് ചെയ്യും? ഡിസ്റ്റൻസ് കുറയും. അതായത് വെലോസിറ്റി ഇത് മൂവ് ചെയ്യുന്നതനുസരിച്ച് വെലോസിറ്റി ഇൻക്രീസ് ചെയ്യും, വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് എന്താണ് സംഭവിക്കുന്നത്? ഇവിടുത്തെ ഡിസ്റ്റൻസ് എക്സ് കുറയുകയാണ്, അതായത് വി കൂടുമ്പോൾ എക്സ് കുറയുകയാണ്. അതുകൊണ്ടാണ് ഡി എക്സ് ബൈ ഡി ടി ഈസ് ഈക്വൽ ടു മൈനസ് വി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു മൈനസ് സൈൻ ഉണ്ട്, ഡി എക്സ് ബൈ ഡി ടിക്കുള്ളതിന് മൈനസ് വി എന്ന് കിട്ടും. അപ്പോൾ ആ മൈനസ് ഇൻറ്റു മൈനസ് എന്ന് പറയുന്നത് പ്ലസ് ആവും, നമുക്ക് ഇങ്ങനെ കിട്ടും ബി എൽ ഇൻറ്റു വി എന്ന് കിട്ടും. അതായത് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഇ ഈസ് ഈക്വൽ ടു ബി എൽ വി എന്ന് നമുക്ക് കിട്ടും. ഇതാണ് മോഷണൽ ഇ എം എഫ് എന്ന് അറിയപ്പെടുന്നത്. എന്താണ്? ഒരു മൂവ്മെന്റ് മൂലം, അത് കണ്ടക്ടറിലെ മൂവ്മെന്റ് മൂലം ഉണ്ടാകുന്ന പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഇ എം എഫ്. അപ്പോൾ ഈ കണ്ടക്ടറിലൂടെ നമുക്ക് ഇ എം എഫ് മൂലം കറണ്ട് ഫ്ലോ ഉണ്ട്. ഈ കറണ്ട് ഫ്ലോ ആണ് നമ്മളിവിടെ ഐ എന്ന് കാണിച്ചിരിക്കുന്നത്. ഈ കണ്ടക്ടർ ഉള്ളിലേക്ക് മൂവ് ചെയ്യുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡിനെ കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. മാഗ്നറ്റിക് ഫീൽഡിനെ കട്ട് ചെയ്ത് ഇത് ഉള്ളിലേക്ക് മൂവ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു? ഈ കണ്ടക്ടറിൽ ഒരു ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇൻഡ്യൂസ്ഡ് ഇ എം എഫിന് മൂലം ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് കറണ്ടിന്റെ ഡയറക്ഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ആണ് മോഷണൽ ഇ എം എഫ് എന്ന് പറയുന്നത്. അതായത് കണ്ടക്ടറിന്റെ മൂവ്മെന്റ് മൂലം ഉണ്ടാകുന്ന ഇ എം എഫ്, കണ്ടക്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഇ എം എഫ് ആണ് മോഷണൽ ഇ എം എഫ്. മോഷണൽ ഇ എം എഫ് ഇ ഈസ് ഈക്വൽ ടു ബി എൽ വി. ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് is given by ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ. ഇപ്പോൾ ഉണ്ടാകുന്ന ഈ മോഷണൽ ഇ എം എഫ് അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് അതിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂളാണ്. സ്ട്രെച്ച് ദ 3 fingers ഓഫ് റൈറ്റ് ഹാൻഡ് സോ ആസ് ദേ ആർ മ്യൂച്വലി പെർപെൻഡിക്കുലർ. നമ്മൾ 4 ഫിംഗർ, തമ്പ്, അതുപോലെ തന്നെ മിഡിൽ ഫിംഗർ, ഇതാണ് 3 ഫിംഗേഴ്സ് എന്ന് പറയുന്നത്. സ്ട്രെച്ച് ദ 3 fingers ഏതൊക്കെയാണ്? തമ്പ്, 4 ഫിംഗർ ആൻഡ് മിഡിൽ ഫിംഗർ. സോ ആസ് ടു ദേ ആർ മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷൻ. മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷൻ നമ്മൾ ഈ 3 വിരലുകൾ പിടിക്കുന്നു. ഈ 4 ഫിംഗർ റെപ്രസെന്റ്സ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. 4 ഫിംഗർ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ, അതായത് ഉള്ളിലേക്ക് വരുന്ന ഡയറക്ഷൻ, പ്ലെയിനുള്ളിലേക്ക്, അതാണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. തമ്പ് റെപ്രസെന്റ്സ് ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ദ കണ്ടക്ടർ. നമ്മുടെ ആം പി ക്യൂ എന്ന് പറയുന്ന ആം മൂവ് ചെയ്ത ആ ഡയറക്ഷനിലേക്ക് നമ്മൾ നമ്മുടെ തമ്പ് വരത്തക്ക രീതിയിൽ പിടിക്കുന്നു. ദെൻ ദ മിഡിൽ ഫിംഗർ വിൽ റെപ്രസെന്റ്സ് ദ ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഇൻ ദ കണ്ടക്ടർ. അപ്പോൾ മിഡിൽ ഫിംഗറിന്റെ ഡയറക്ഷനിലായിരിക്കും ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് കണ്ടക്ടറിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അപ്പം പറഞ്ഞിരിക്കുന്നതാണ് വലത് കൈയുടെ 3 വിരലുകൾ, 4 ഫിംഗർ, തമ്പ് ആൻഡ് മിഡിൽ ഫിംഗർ. They are stretched in mutually perpendicular direction. Then the thumb represents the direction of motion of the conductor. Then forefinger represents the direction of magnetic field and middle finger represents the direction of induced EMF അല്ലെങ്കിൽ induced current.